അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഹെയർ കെയർ ചാലഞ്ചിൻ്റെ അതായത് 90 ഡേയ്സ് ഹെയർ കെയർ ചാലഞ്ചിൻ്റെ 31ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ അതായത് ഒരു മന്ത് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടോ. അപ്പോൾ ഇനി നമ്മൾ സെക്കൻഡ് മന്തിലേക്ക് കടന്നിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു ആഴ്ചയിലെ ഹെയർ പാക്കുകളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു വീക്കിലെ റൊട്ടീനിൽ ലാസ്റ്റ് ദിവസമാണ് കേട്ടോ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ആഴ്ചയിൽ നമ്മൾ 3 ഹെയർ പാക്കുകളാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി ഇട ദിവസങ്ങളായിരുന്നു. അപ്പോൾ ഇത് ലാസ്റ്റ് ദിവസം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതുവരെ ചെയ്ത പാക്കോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ സ്കാൽപ്പിൽ ഇരിപ്പുണ്ടെങ്കിൽ അതുപോലെ തന്നെ അഴുക്കും കാര്യങ്ങളോ ഒക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നമ്മുടെ സ്കാൽപ്പിനെയും മുടിയെയും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് നമ്മുടെ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ആ ഒരു ഹെയർ കെയറിങ്ങിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാനൊന്ന് ഇൻവേർഷൻ മെത്തേഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇൻവേർഷൻ മെത്തേഡ് ചെയ്ത് കൊടുക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ ഞാൻ ആ ഒരു ഹെയറിൻ്റെ പാക്ക് ഇട്ടിട്ട് അതായത് എഗ് പാക്ക് ഇട്ടിട്ട് ഷാമ്പു വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വെറുതെ വെള്ളത്തിൽ ഞാനന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അതിൻ്റേതായ ഒരു സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ ഷൈനിങ്ങും കാര്യങ്ങളൊക്കെ മുടിയിൽ അതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഞാൻ ആ ഒരു മുടിയിൽ ഇൻവേർഷൻ മെത്തേഡ് ചെയ്തപ്പോൾ അത് നന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാകും. അപ്പോൾ മുടി നന്നായിട്ട് സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ട് അതുപോലെ തന്നെ നല്ല ഷൈനിങ് ആയിട്ടും കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് ഷാമ്പു വാഷ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ വളരെ കുറച്ച് ഷാമ്പു എടുത്തിട്ട് യൂസ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ദിവസമാണ് നമ്മൾ നന്നായിട്ട് ഷാമ്പു വാഷ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നന്നായിട്ട് ഓയിൽ എടുക്കുക, നന്നായിട്ട് സ്കാൽപ്പിലേക്കും മുടിയിലേക്കും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നമ്മൾ എല്ലാ ദിവസവും അപ്ലൈ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് ഓയിൽ എടുത്തിട്ട് സ്കാൽപ്പിലും മുടിയിലേക്ക് നന്നായിട്ട് ആ ഒരു മുടീനെയും സ്കാൽപ്പിനെയൊക്കെ നന്നായിട്ടൊന്ന് കുളിർക്കുന്ന രീതിയിൽ അതായത് നല്ലോണം ഓയിൽ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ വളരെ കുറച്ച് ഓയിലാണ് സ്കാൽപ്പിലും മുടിയിലേക്കൊക്കെ യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ദിവസമാണ് നമ്മൾ ഓരോ വീക്കിൻ്റെയും അവസാന ദിവസത്തിലാണ് നമ്മൾ നന്നായിട്ട് ഹെയറിലും മുടിയിലേക്കും അതായത് സ്കാൽപ്പിലേക്കും മുടിയിലേക്കും ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോൾ ഓയിൽ ചെയ്യുകയാണെങ്കിലും ഇങ്ങനെ തന്നെ അതായത് നമ്മൾ ഒരു പാത്രത്തിൽ ഓയിൽ എടുക്കുക, അതിനുശേഷം വിരൽ തുമ്പുകൾ അതിൽ മുക്കിയിട്ട് നന്നായിട്ട് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ സ്കാൽപ്പിൻ്റെ എല്ലായിടത്തും ആ ഒരു ഓയിലെത്തും. അല്ലാണ്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിനേക്കാളും ബെറ്റർ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ മുടിയുടെ ലെങ്തിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ലെങ്തിലേക്കോ അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും ഓയിലിങ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ കെട്ടൊക്കെ കളഞ്ഞ് അതായത് ജടയൊക്കെ കളഞ്ഞിട്ട് ഓയിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുടിക്ക് അതൊരു ഇതായിരിക്കും. അല്ലെങ്കിൽ നന്നായിട്ട് കെട്ട് വീണഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ ഓയിൽ ആദ്യം അപ്ലൈ ചെയ്ത് കൊടുത്ത് ആ ജടയൊക്കെ കളഞ്ഞിട്ട് വേണം നന്നായിട്ടൊന്ന് ചീകിയെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ജടയൊന്നും വലിയതായിട്ട് ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ജടയൊക്കെ കളഞ്ഞ് ചീകിയെടുത്തിട്ട് അത് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിനോടൊപ്പം നിങ്ങൾ ചലഞ്ച് എടുക്കുന്ന എല്ലാവരും കറിവേപ്പിലയൊക്കെ കഴിക്കുന്നുണ്ട്, മോരൊക്കെ കുടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നന്നായിട്ട് ഭക്ഷണവും വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്, അതുപോലെ ഉറക്കം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, ഇൻവേർഷൻ മെത്തേഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു ചലഞ്ചിൻ്റെ ഡേ 1 തൊട്ട് കാണണം. ആ ഒരു വീഡിയോസിലാണ് എങ്ങനെയൊക്കെയാണ് ഈ ഒരു ചലഞ്ച് പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ആരെങ്കിലും കയറി കാണുന്നവരാണെങ്കിൽ ഡേ 1 തൊട്ട് കാണണം കേട്ടോ. അപ്പം ഞാനിപ്പോൾ മുടിയുടെ ലെങ്തിലേക്കും നന്നായിട്ട് ഓയിലിട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇന്ന് നമ്മൾ നന്നായിട്ട് ഷാമ്പു വാഷ് ചെയ്യുന്നുണ്ട്. ഷാമ്പൂ എന്ന് ഉദ്ദേശിക്കുന്നത് നാച്ചുറലായിട്ടുള്ള താളികളാണ് കേട്ടോ. അതായത് ചെമ്പരത്തി താളി യൂസ് ചെയ്യാം, അതുപോലെ തന്നെ വേറെയുള്ള താളികൾ, ജീവയ്ക്ക പൊടി, അങ്ങനെയുള്ള നാച്ചുറലായിട്ടുള്ള എന്തും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഒരു ഷാമ്പൂ ഇട്ടിട്ട് നന്നായിട്ട് സ്കാൽപ്പിനെയും മുടിയും നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ പണ്ടൊരിക്കൽ ഉണ്ടാക്കിയ ഒരു വീഡിയോ, അതായത് ഷാമ്പൂ ഉണ്ടാക്കുന്ന ഒരു നാച്ചുറൽ ഷാമ്പൂ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം, കണ്ടു നോക്കൂ. അപ്പം നമുക്കൊരു 30 മിനിറ്റ്സ് ടു 1 hour വരെ വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയാം.